ഹായ് എവരി വൺ, ഐ എം മനീഷ. നമ്മളിന്ന് പറയാൻ പോകുന്നത് കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ. കിഡ്നാപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ അബ്ഡക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. സോ ക്രിമിനൽ ലോയിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 359 മുതൽ 374 വരെയാണ് കിഡ്നാപ്പിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അബ്ഡക്ഷനെ കുറിച്ചും പറയുന്നത്. സോ കിഡ്നാപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 359 അതിനെക്കുറിച്ച് പറയുന്നത്. 359 പറയുന്നത് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. ഇവിടെ രണ്ട് തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ആണുള്ളത്. ഒന്ന് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യയും അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പും. അതാണ് 359 പറയുന്നത്. ഇനി 360 പറയുന്നത് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു പേഴ്സണെ അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അയാളെ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് പറയുന്നത് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത്, ഇവിടെ ഒരു ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ നിന്നും, ഇന്ത്യൻ ജോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്, അത് സെക്ഷൻ 361 പറയുന്നത്. അതായത് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനർ അല്ലെങ്കിൽ ഒരു ഇൻസെയിൻ പേഴ്സൺ, അതായത് മൈനറിനെയോ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണെയും കൊണ്ടുപോകുന്നതാണ് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. ഇവിടെ മൈനർ എന്ന് പറയുന്നത് മൈനർ അണ്ടർ 16 years ഓഫ് ഏജ് ആയിരിക്കണം മെയിലിൻ്റെ കേസിൽ. ബട്ട് ഫീമെയിലിൻ്റെ കേസിൽ അണ്ടർ 18 years ഓഫ് ഏജ് ആയിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു അൺസൗണ്ട് പേഴ്സൺ ആയിക്കോട്ടെ. ഇവരെ ഈ രണ്ട് തരത്തിലുള്ള ആളുകളെയും ഒരു ലോഫുൾ ഗാർഡിയൻഷിപ്പ് ഉണ്ടാവുമല്ലോ, ബിക്കോസ് അത് മൈനറാണ് അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡാണ്. സോ അവിടെ ഒരു ഗാർഡിയൻഷിപ്പ് ഉണ്ട്. ആ ലോഫുൾ ഗാർഡിയൻഷിപ്പ് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ കൊണ്ടുപോകുന്നതിനെയാണ് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് 361 പറയുന്നത്. ബട്ട് ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ലോഫുൾ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഒരു പേഴ്സൺ തൻ്റെ ഒരു കുട്ടി, ഒരു ഇല്ലെജിറ്റിമേറ്റ് കുട്ടിയുടെ അച്ഛനാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടീൻ്റെ ഗാർഡിയൻ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, അങ്ങനെയുള്ള ആൾക്ക് കുട്ടീനെ കൊണ്ടുപോവുക, അത് പ്രശ്നമല്ല, അവിടെ ഒരു എക്സെപ്ഷനാണ്. അതുപോലെ തന്നെ വേറൊരു പേഴ്സൺ ഗുഡ് ഫെയ്ത്തിലൂടെ വിചാരിക്കുകയാണ് കുട്ടിയുടെ കസ്റ്റഡി എനിക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ കൊണ്ടുപോവാണ്. അതൊരു ഒഫൻസ് അല്ല, അതൊരു എക്സെപ്ഷനാണ്. ഇനി 363 ഇതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടു 7 years ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഷാൽ ബി ലയബിൾ ടു ഫൈൻ. ഇനി അബ്ഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ 362 അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അബ്ഡക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു കിഡ്നാപ്പിംഗ് തന്നെയാണ്. അവിടെ ഫോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് കമ്പൽസ് അല്ലെങ്കിൽ ഇനി എന്താണ് ഇൻഡ്യൂസ് ചെയ്യുക, അയാളെ പ്രേരണ കൊണ്ട് അയാളെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പേഴ്സൺ ടു ഗോ ഫ്രം എനി പ്ലേസ് ഇസ് സെയ്ഡ് ടു ബി അബ്ഡക്ട് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഒരു പക്ഷേ അവിടെ അയാളെ എടുത്തുകൊണ്ട് പോവുമായിരിക്കില്ല. അയാളെ എന്താണ് പ്രേരിപ്പിച്ച് അങ്ങനെ പ്രേരണയോടെ ഇയാൾ പോവുകയാണ്. അതിനെയാണ് ഇവിടെ അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രം ഗാർഡിയൻഷിപ്പിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അത് മൈനർ ആവാം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ഒക്കെ ആവാം. പക്ഷേ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് എനി ഏജ്, ഏത് ഏജിലുള്ളവരും ആവാം. അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് റിമൂവ്ഡ് ഔട്ട് ഓഫ് ലോഫുൾ ഗാർഡിയൻഷിപ്പിൽ നിന്നും അവരെ റിമൂവ് ചെയ്യുകയാണ്. ബട്ട് അബ്ഡക്ഷനിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതൊരു പേഴ്സൺ എന്താണ് അബ്ഡക്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അയാളെ ഇൻഡ്യൂസ് ചെയ്യാണ് വിത്ത് ഫോഴ്സ് ഓർ കമ്പൽഷൻ. കിഡ്നാപ്പിങ്ങിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.